അടുത്ത പൊളി നീല വണ്ടി ഉണ്ടല്ലോ കിയയുടെ സെൽറ്റോസ് 2019 പെട്രോൾ ഓട്ടോമാറ്റിക് GT ലൈൻ പോലെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇഷ്ടം പോലെ. അതായത് നിങ്ങൾ പൈസ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ, സാധാരണക്കാർക്ക് പറ്റിയ എല്ലാ വണ്ടികളും ഉണ്ട് ഇഷ്ടം പോലെ. ഇത് ബേസ് മോഡലാണ്. ഇതിനെ ഒരു 75,000 റുപ്പീസ് വില ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റെഡ് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പോളോ ഒരു സ്പെഷ്യൽ റേറ്റ് ആണല്ലോ. അതെ, സ്പെഷ്യൽ റേറ്റ് ആണ്. ഹൈലൈറ്റ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് സാധനം ഉണ്ടത് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു സാധനമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞിട്ടേ കച്ചവടം ചെയ്യുള്ളൂ. ഒരാളും ചതിച്ചിട്ടും വെട്ടിച്ചിട്ടും നമുക്കൊരു പൈസ വേണ്ട. മെയിൻ ഗ്ലാസ് ഒരു ക്രാക്ക് ഉണ്ട്. അത് നമ്മൾ മാറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി കണ്ടിട്ട് ആ വണ്ടിന്റെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങോട്ട് ആക്കിക്കാം. അപ്പൊ അടുത്തൊരു കുറഞ്ഞ വണ്ടിയാണല്ലോ. വെറും 45,000 റുപ്യ ഉള്ളൂ. വെറും 45,000. ഇത് ഗ്രാൻഡ് ആയിട്ടാണ്. 2019 മോഡൽ, ഹീറോ റീപ്ലേസ്മെന്റ്, സിംഗിൾ ഓണർ, 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ആധാരം പാനും വെച്ചാൽ തന്നെ നമുക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു നെക്സോൺ ടാറ്റനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെക്സോൺ എന്നുള്ളത് അതിന്റെ ഒരു നായികക്കല്ലാണ്. 6 ലക്ഷം രൂപയ്ക്കാണ് ഈ ഓട്ടോമാറ്റിക് വണ്ടി കിടക്കുന്നത്. ഇത് NOC നമ്മൾ എടുത്തു കൊടുക്കും. പിന്നെ 2 ഓപ്ഷനാണുള്ളത്. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇസ്മി അരുൺ. കോഴിക്കോട് ജില്ലയിലാണുള്ളത്, റോയൽ കാഴ്ചയിലാണുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാടാ? തിരുവനന്തപുരം മീൻചന്ത ബൈപ്പാസ്. അന്ന് നിന്റെ പേര് കൂടി പറഞ്ഞു. എന്റെ ഒരു ഫജർദീൻ എന്നാണ്. ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ മുമ്പത്തെ ഒരു വീഡിയോ അടിപൊളിയായിട്ട് കിട്ടിക്കനായിട്ട് ചെയ്തതാണ്. അപ്പൊ ഇന്ന് ഇവിടെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇഷ്ടം പോലെ. അതായത് നിങ്ങൾ പൈസ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ, സാധാരണക്കാർക്ക് പറ്റിയ എല്ലാ വണ്ടികളും ഉണ്ട്. ഇഷ്ടം പോലെ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയണം. കറക്റ്റ് ലൊക്കേഷൻ നമ്മളെ മീൻചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂര് നിയർ ഭാരത് പെട്രോൾ പമ്പിന്റെ അടുത്ത്. ഭാരത് പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ടാണ് ഷോറൂം വരുന്നത്. അപ്പോ വീഡിയോ വണ്ടി പരിചയപ്പെട്ടു തുടങ്ങിയാലോ? ആദ്യം നമുക്ക് പരിചയപ്പെടണം. ആദ്യം തന്നെ നമുക്ക് 2011-12 പോളോ പരിചയപ്പെടാം. ഒരു സ്പെഷ്യൽ റേറ്റ് ആണല്ലോ. അതെ, സ്പെഷ്യൽ റേറ്റ് ആണ്. ഹൈലൈറ്റ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് സാധനം ഉണ്ടത്. 2011-12 വണ്ടി. വെറും എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? വെറും 97,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 97,000 കിലോമീറ്റർ മാത്രം ഓടിയ കിഡിലം പോളോ. ഇതേതാണ് വേരിയന്റ്? ഇത് നമുക്ക് പോളോ TDI ഡീസൽ വെഹിക്കിൾ ആണ് വരുന്നത്. ഡീസൽ വെഹിക്കിൾ ആണ്. ബേസ് മോഡലാണോ? അതെ, ബേസ് മോഡലാണ്. ഓക്കെ, ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പൊ എത്രയാണ് ചോദിക്കണ വില? ഇത് നമുക്ക് 2,75,000 റുപ്യ മാത്രമേ ഉള്ളൂ. വെറും 2,75,000 രൂപയ്ക്ക് പോളോ കൊടുക്കാം. ഈ പോളോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര പെട്ടെന്ന് പോയിക്കോ. ഈ റേറ്റിന് വേറെ കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? കുറവാണ്. ലോ കിലോമീറ്റർ ഓടിയ വണ്ടി കുറവാണ്. ഈ മോഡലുള്ള വണ്ടികൾ കിട്ടുമായിരിക്കും അല്ലെ? കിലോമീറ്റർ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നീറ്റ് ആൻഡ് ക്ലിയർ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് നിലവിലില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ മരത്തിന്റെ താഴെ ആയതുകൊണ്ട് കാക്ക തൂറിയതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഓണർഷിപ്പ് ഏതാ? ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. പക്ഷെ നമുക്ക് അതിന്റെ മുകളിൽ ഫിനാൻസ് മാക്സിമം 2 ലക്ഷം റുപ്യ ചെയ്യാൻ പറ്റും. 2 ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണോ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്തൊരു കുറഞ്ഞ വണ്ടിയാണല്ലോ. വെറും 45,000 റുപ്യ ഉള്ളൂ. വെറും 45,000. വെറും 45,000 രൂപ ഉള്ളൂ. ഇത് മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ അല്ലേ? മെക്കാനിക്കൽ സൈഡ് AC അടക്കം ഫ്രിഡ്ജിനേക്കാളും കൂളാണ്. ആണോ? ഒരു 8 കയറി ഫ്രിഡ്ജിനേക്കാൾ തണുപ്പ് കിട്ടാന്നൊക്കെ പറഞ്ഞ അതിൽ പരം ഭാഗ്യം വേറെ ഇല്ല. ലൈഫില് അത്രയും വലിയ അഭിലാഷം വേറെ ഇല്ല. 2005 മോഡൽ. 2005 മോഡൽ അല്ലേ? കില്ല കണ്ടീഷനാണ്. മെക്കാനിക്കൽ സൈഡ് ഒറ്റയടിക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും. കൈയൊന്നും വെക്കണ്ട, ഒന്നും വെക്കണ്ട, കൈ വെക്കണ്ട, തള്ളണ്ട, ഉന്നണ്ട. അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. അടിപൊളി വണ്ടിയാണ്. റെഡി ക്യാഷ് 45 അഡ്ജസ്റ്റ് ഉണ്ടാവോ? ചെറുതായിട്ട് പൊടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മുടെ വ്യൂസ് വരുമ്പോൾ നല്ല കനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അടുത്തൊരു ക്വിഡ്. ഇത് 2016 സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ മെയിൻ ആയിട്ട് ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 67,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 67,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 3,20,000 ആണ്. 3,20,000 ആണ് ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. ഇത് വേരിയന്റ് ടോപ്പ് എൻഡ് ആണോ? ടോപ്പ് എൻഡ് വേരിയന്റ് ആയിരിക്കും അല്ലേ? ഇല്ല, പോർച്ചയൊക്കെ മാറ്റി സീറ്റുകളൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നിലവിലില്ല. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടി തന്നെയാണ്. ഇവിടുത്തെ വണ്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു സാധനമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞിട്ടേ കച്ചവടം ചെയ്യുള്ളൂ. ഒരാളും ചതിച്ചിട്ടും വെട്ടിച്ചിട്ടും നമുക്ക് ഒരു പൈസ വേണ്ട. കാരണം നാളെ ഒരു കസ്റ്റമർ കൂടെ വരണ്ടല്ലേ അല്ലേ? അതെ, കാരണം നമുക്ക് ഒരു റീപ്ലേസ് ഉണ്ട്. ആ റീപ്ലേസ് പറഞ്ഞിട്ടേ നമ്മൾ വണ്ടി കൊടുക്കും. അത് പറയുമ്പോൾ നീ ചിരിക്കണ എന്തിനാണ് ആൾക്കാർ ചോദിക്കില്ല? ചിരിക്കണ എന്തിനാ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ചിരി വരുമല്ലോ. വീഡിയോ ഒരു ചിരി, അതൊരു പുഞ്ചിരി വേണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് വേറെ പരിപാടികളൊന്നും ഇല്ല. അടുത്ത ഓൾട്ടോ. ഇത് 2015 സിംഗിൾ ഓണർ വണ്ടി. 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 15,000? അതെ, വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ വണ്ടി. 2015 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മേടിച്ചിട്ട് ഷെഡിലിട്ടേക്കായിരുന്നു. അതെ, ഷെഡിലിട്ട്. ഇത് ആള് ഇതിന്റെ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് അബ്രോഡ് ആയിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് വരുമ്പോ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റേതായ ഒരു ടയർ കണ്ടീഷൻ ക്വാളിറ്റി ഉണ്ട്. വണ്ടിക്കും ക്വാളിറ്റി ഉണ്ട്. ക്യാമറമാൻ ലോക്കായി പോയി.
ഓക്കെ, അപ്പോൾ ഇത് ക്യാമറമാൻ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയാണ്ട് ചിരി വന്നാണ്ടോ. അപ്പോൾ ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഇതിന്റെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്കൊരു 370 കൊടുക്കാം. 370 ഇതിലൊക്കെ കുറയില്ലേ? ഓ കുറയും. ഓട്ടോമാറ്റിക് ഇത്ര ലോ കിലോമീറ്റർ വണ്ടി വേറെ റയർ ആയിരിക്കും അല്ലേ? അതെ, റയറാണ്, കിട്ടാനുള്ള ഇതായിരിക്കും. അടുത്തൊരു നാനോ സെക്കൻഡ് ഓണർ വണ്ടി, വെറും 2013 70,000 രൂപ കൊണ്ടുപോയിക്കോട്ടെ. 70,000 രൂപ കിട്ടോ? 2013 വണ്ടി. ഇത് ഓട്ടോമാറ്റിക് അല്ലേ, മാനുവൽ അല്ലേ? മാനുവൽ ആണ്. AC അടക്കം വർക്കിംഗ് ആണ്. AC അടക്കം വർക്കിംഗ് ആണ്. AC അടക്കം എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ വരും? AC പറയുമ്പോൾ പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ്, AC, വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ്ലൈറ്റ് ചെറുതായിട്ട് ഡിമാൻഡ് ഉണ്ട്. ഇത് വേണം നമുക്ക് ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്തിട്ട് കൊടുക്കാം. പോളിഷ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് തിളക്കി തരും. തിളക്കി സെറ്റപ്പ് ആക്കി തരും. വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തൊരു EV വണ്ടി, ടിയാഗോ. ഏതായിരുന്നു മോഡൽ? ഇത് 2023 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. എക്സെറ്റ് പ്ലസ് ലക്ഷറി ലൈൻ ആണ് ഇത് വരുന്നത്. ലക്ഷറി ലൈൻ ആണല്ലേ? എന്ത് റേഞ്ച് ഉണ്ടോ വണ്ടിക്ക്? ഇത് 315 കമ്പനി പറയുന്നത്. ഒരു 270 വരെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓടിക്കണവന്റെ ഒരു ഇതനുസരിച്ചിരിക്കും. അതെ. അപ്പോ കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് കിലോമീറ്റർ 10,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടി. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 മോഡലല്ലേ? 23 മോഡലാണ്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഫിനാൻസ് കിട്ടുമല്ലോ വണ്ടിക്ക്? ഫിനാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ 10 lakhs ഇതിന്റെ മുകളിൽ ഫിനാൻസ് കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്കും സ്പെയർ പാർട്സിനും എക്സ്ട്രാ വാറണ്ടി ചെയ്തിട്ടുണ്ട്. വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടിയിൽ നിൽക്കണതാണ്. അപ്പോൾ വില എത്ര വണ്ടിയുടെ? ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 9 lakhs ആണ്. 9 lakhs ആണ്. 10 ലക്ഷം വരെ ലോൺ കിട്ടും. ബാക്കി പൈസ നിങ്ങൾ കയ്യിൽ വെച്ചു. അതെ അല്ലേ? ഇതിൽ ആവശ്യം ഇലക്ട്രിക് ആണ് വണ്ടി. മെയിൻ ആയിട്ട് ഇലക്ട്രിക് ആണ് വണ്ടി. പെട്രോൾ പമ്പിൽ തിരക്കണ്ട വരിക്കണ്ട. അതെ, വീട്ടിൽ നിന്ന് ചാർജ് കുത്താ പോരാ പോവാ. ഫ്യൂവലിന്റെ കോസ്റ്റ് ലാഭം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അടുത്തത് ഒരു മാഗ്നറ്റ്. അതെ, ഇത് നമുക്ക് 2022 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2022 15,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് ബേസ് വണ്ടിയാണ്. കുറച്ച് ഇത് ബേസ് മോഡലാണ്. ഇതിനെ ഒരു 75,000 റുപ്പീസ് വില ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റെഡ് എഡിഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള അപ്പോൾസി ഒക്കെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ടല്ലേ? ഫ്രണ്ടിന്റെ ഗ്രില്ല് അപ്പാടെ മാറ്റി കൊച്ചു ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതെ, അതൊക്കെ ഓടുമ്പോ കത്തൂട്ടോ? കത്താത്ത ലൈറ്റ് ഒന്നുമല്ലല്ലോ? ഒക്കെ കത്തൂട്ടോ? കത്തുന്ന ലൈറ്റാണ്. അപ്പൊ കത്തുന്ന ലൈറ്റോട് കൂടി എത്ര വില? 6 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് നല്ല രീതിക്കുള്ള നെഗോസിയേഷൻ ഇതിന്റെ മുകളിൽ കൊടുക്കാം. നല്ല രീതിയിലുള്ള നെഗോഷിയേഷൻ. അത് ഇതിന്റെ പേരിലുള്ള എല്ലാവരും കിട്ടും. വെറുതെ എല്ലാ വണ്ടിക്കും നല്ല രീതിയിലുള്ള നെഗോഷിയേഷൻ എല്ലാം കൊടുക്കും. എല്ലാത്തിനും. അപ്പൊ ഇതിന് ഫിനാൻസ് എത്ര വരെ കയറും? ഇതിന് ഫിനാൻസ് നമുക്ക് ഒരു 5 lakhs മാക്സിമം ചെയ്യാം. 5 lakhs ചെയ്യാം. പിന്നെ ബാക്കി കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നല്ല പ്രൊഫൈലും കാര്യങ്ങളുള്ള കസ്റ്റമറാണ് മാക്സിമം എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നല്ല ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, IT ഫയൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 years വരെ ലോണിന്റെ ഒരു കാലാവധി നീട്ടി കിട്ടും ചെയ്യും. 7 years വരെ കിട്ടും അല്ലേ? നല്ല 7 years. നല്ല പ്രൊഫൈലുള്ള, അതായത് സിബിൽ സ്കോർ വേണം. സിബിൽ സ്കോറും കാര്യങ്ങളും ഒരു 700+ സിബിൽ സ്കോർ എന്തായാലും വേണം. നല്ല അത്യാവശ്യം നല്ല ട്രാൻസാക്ഷനും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇത് എത്ര കിലോമീറ്റർ? 15,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് പെട്രോൾ വണ്ടിയല്ലേ? ഇത് പെട്രോൾ വണ്ടിയാണ്. കൂപ്പർ സോൾഡ് ആയ വണ്ടിയാണല്ലേ? അതെ. അടുത്ത i20 പറഞ്ഞോ. ഇത് 2018 ഡീസലാണ് വെഹിക്കിൾ. ഡീസൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടി? ഇത് കിലോമീറ്റർ 72,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ്? ഇതിന്റെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആണ്. മെക്കാനിക്കൽ സൈഡ് ഒക്കെ ഫുൾ പെർഫെക്റ്റ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. കിട്ടില്ല കണ്ടീഷൻ. വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആണോ? അതെ, സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒന്നും ചെയ്തിട്ടില്ല. പിറന്ന വടി കിടക്കുകയാണ്. അതെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എത്ര ചോദിക്കണ വില? 6.25 ആസ്കിംഗ് പ്രൈസ്. ഇത് നമുക്ക് നല്ലൊരു പ്രൈസിലേക്ക് ആക്കി കൊടുക്കാം. നല്ലൊരു പ്രൈസിന് ആക്കി കൊടുക്കാം. നിങ്ങൾ വന്ന് ഇതിനായിട്ടൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാലല്ലേ നല്ലൊരു പ്രൈസിലേക്ക് ഞാൻ ചെയ്തു. ഇതൊന്ന് സന്തോഷിപ്പിച്ചാൽ സുന്ദരനാണ്. പിന്നെ ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് തരും അല്ലേ? അപ്പോൾ ഇതിന് ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. എത്ര പറഞ്ഞ വില? ഇതിന് 6.25. 6.25 നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസ് കയറും. എത്ര വരെ ഫിനാൻസ് കയറും ഇതിന്? നമുക്ക് ഇതിന് മാക്സിമം ഒരു 5 lakhs ചെയ്യാം. 5 lakhs വരെ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തൊരു റിക്സ്. അതെ. ഏതായിരുന്നു മോഡൽ? ഇത് 2013 രജിസ്ട്രേഷൻ. അതെ. ഓക്കെ. ഏതായിരുന്നു വേരിയന്റ്? ഇത് നമുക്ക് VDI ആണ് വരുന്നത്. ഡീസൽ വെഹിക്കിൾ ആണ്. VDI ഡീസൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1 lakh ഓടിയിട്ടുണ്ട്. പക്ഷെ സിംഗിൾ ഓണർ ആണ് വെഹിക്കിൾ. സിംഗിൾ ഓണർ ആണല്ലേ? ആ ഒരാൾ തന്നെയാണ് 1 ലക്ഷം ഓടിച്ചത്. ഇതിന്റെ ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു 15/12/2025 വരെ ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ.
ബാക്കി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവില് ഇതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ചെക്ക് ചെയ്ത ടൈമിൽ ഞാൻ ഈ മെയിൻ ഗ്ലാസിന്റെ റീപ്ലേസ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ വിൻഷീൽഡിന്റെ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ, കാരണം ബോണ്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല, മെയിൻ ഗ്ലാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നമ്മൾ പറയൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എത്ര ചോദിക്കണം വില? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 320 320 ചോദിക്കുന്നത്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. എത്ര നമുക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എടുത്ത് പറയാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈല് മാത്രമാണ്. കാരണം 2012-13 വെഹിക്കിൾ, ആഫ്റ്റർ 13 ഉള്ള വെഹിക്കിളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് 2010 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ഇൻട്രസ്റ്റ് കൂടും. ഇൻട്രസ്റ്റ് ചെറിയ വേരിയന്റ് ഉണ്ടാവുള്ളൂ. ഒരു 3 ഇയർ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അണ്ടർ 5 lakhs അടിയിലേക്കാണെങ്കിൽ നമുക്ക് എന്തായാലും 3 lakh 3 ഇയർ ചെയ്യാൻ പറ്റുള്ളൂ. മോഡൽ കൂടിയ വണ്ടിയാണെങ്കിൽ 5 വർഷം വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത റിച്ച് കഴിഞ്ഞിട്ട് നമ്മളേതാ? ഗ്രാൻഡ് ഐ10 പറഞ്ഞോ. ഇത് ഗ്രാൻഡ് ഐ10 2019 മോഡൽ, സീറോ റീപ്ലേസ്മെന്റ്, സിംഗിൾ ഓണർ, 72,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയല്ലേ? പ്രൈസ് വരുന്നത് 490. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ ആണ്. 490 ആണ് ഓപ്ഷൻ വരുന്നത്. സ്പോർട്സ് വേരിയന്റ് ആണ്. 490 ചോദിക്കുന്ന വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഉള്ളിൽ അപ്പോൾസിയൊക്കെ മാറ്റിയിട്ടുണ്ട്, വേറെ എക്സ്ട്രാ ചെയ്തിട്ടില്ലല്ലോ? ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷൻ ആണ്, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. 490 ഫിനാൻസ് കയറും അല്ലേ? ഫിനാൻസ് കയറും, മാക്സിമം ഫിനാൻസ് ചെയ്യാം. നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച്, പ്രൊഫൈൽ അനുസരിച്ച് ആയിരിക്കും ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. വീണ്ടും ഒരു ഗ്രാൻഡ് ആയിട്ട് ഇത് ഗ്രാൻഡ് ഐ10 ആസ്റ്റ 2015 ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഇത് കറന്റ് ഇപ്പോ 4th ഓണറിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു പ്രൈസിൽ ഇത് കൊടുക്കാം. 380 ഇതിന് ആസ്ക് ചെയ്യണത്. 380. അതിലും കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ നമുക്ക് ഇത് 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഈ i20 ആസ്റ്റ ഓട്ടോമാറ്റിക്കിന് എന്ത് മൈലേജ് ഉണ്ടാവും? മൈലേജ് ഡിപ്പെൻസ് ഓൺ ആണ്, കാരണം നമ്മൾ ഉപയോഗിക്കണ മാതിരി ത്രോട്ടിൽ കൊടുക്കണ മാതിരിയാണ് ഉണ്ടാവുക. എന്നാലും ഇതിനൊക്കെ കമ്പനി ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒന്ന് ചെറിയൊരു വേരിയേഷൻ കുറവുണ്ടാവും. അപ്പൊ നമ്മള് ഒരു 100 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര കിട്ടുന്നുണ്ട് ഇത്ര കിട്ടുന്നു വെറുതെ കീച്ചു വിട്ടിട്ട് കാര്യമില്ല, കാരണം ഉള്ള മാതിരി പറഞ്ഞാലേ കാര്യമുള്ളൂ. ഞാൻ പിന്നെ വെറുതെ ഒരു ഡെക്കറേഷൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. എല്ലാവരും വീഡിയോയിൽ മൈലേജ് ചോദിക്കണില്ല എന്ന് പറയാറുണ്ട്. അത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ ഇതിന് മുമ്പ് ഓടിച്ചിരുന്ന ആളുടെ കിട്ടിയിരുന്ന മൈലേജ് കിട്ടണമെന്നില്ല. ആ ചോദ്യം ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മൈലേജിന്റെ കാര്യം ചോദിക്കാത്തത്. സ്വിഫ്റ്റ് ഇത് 2018 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് VXI ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. VXI പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കിടിലൻ കണ്ടീഷൻ കിടക്കാനുള്ള വണ്ടി. ഡ്യുവൽ ടോൺ കമ്പനിയാണോ സെപ്പറേറ്റ് സ്റ്റിക്കർ ചെയ്തതാണ്? നമുക്ക് ഇതിന് മെയിൻ ഗ്ലാസ് ഒന്ന് റീപ്ലേസ് വന്നിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ട്. ഇതിന്റെ പ്രൈസിനും ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, കാരണം ഇതിന് മുന്നേ നമ്മളിത് ഒരു 660 ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ഗ്ലാസിന്റെ ഇത് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ 630 ഇപ്പൊ ആസ്കിംഗ് പ്രൈസ് വന്നത്. അപ്പോൾ 630 ചോദിക്കുന്നത്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് സുഖമായിട്ട് കിട്ടും. സുഖിയുടെ വണ്ടിയൊക്കെ മാക്സിമം ഫിനാൻസ് കിട്ടുമോ? നിങ്ങൾ നല്ല ട്രാക്കുള്ള ആളാണെങ്കിൽ. ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ആധാറും പാനും വെച്ചാൽ തന്നെ നമുക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം മെയിൻ ആയിട്ട് നമുക്ക് പാൻ കാർഡാണ് യൂസ് ചെയ്താൽ സിബിൽ സ്കോർ എത്ര ഉണ്ടെന്ന് അറിയാം. 700+ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ട്രാക്കും കാര്യങ്ങളാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. നമുക്കൊരു 1 ലക്ഷത്തിന് എത്ര അടവ് വരും? 1 ലക്ഷത്തിന് നമുക്ക് മാക്സിമം ഒരു 4,000 അല്ലെങ്കിൽ അറൌണ്ട് 5,000 ഉള്ളിൽ നമുക്ക് അടവ് വരുള്ളൂ. അതൊരു 3 ഇയറിലേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 ഇയറിലേക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അത്ര വരുള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടവ് ക്ലോസ് ചെയ്യാൻ പറ്റും. അടുത്ത ഇപ്പോൾ നീല വണ്ടി ഉണ്ടല്ലോ, കിയയുടെ സെൽറ്റോസ്. 2019 പെട്രോൾ ഓട്ടോമാറ്റിക് GT ലൈൻ ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് നമുക്ക് 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. റീപെയിന്റും ഇല്ല. ഓക്കെ, ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത വണ്ടിയാണ്. കുഴപ്പങ്ങളില്ലാത്ത വണ്ടിയുടെ വില എത്രയാണ്? ഇത് 14 ആസ്കിംഗ് പ്രൈസ്. ഇത് നമുക്ക് ഓൾറെഡി പാർക്കിംഗ് സെയിലാണ് വെഹിക്കിൾ. അപ്പോൾ നമുക്ക് കസ്റ്റമറോട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് നല്ല രീതിക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് വരിക, പാർട്ടിയായിട്ട് സംസാരിക്കുക, അതിനുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അത് നമുക്ക് പിന്നെ എന്തായാലും കൊടുക്കാമല്ലോ, പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് ഫുള്ളായിട്ട് കിട്ടും. ഫുള്ള് ഫിനാൻസ് കിട്ടും? ഫുള്ളും കിട്ടും. സീറോ ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് ചെയ്യണതാണ് നമുക്ക് ബെറ്റർ. അതാണ് അത്രയും ലോൺ കുറച്ച് കുറഞ്ഞു കിട്ടും. എന്നാലും നമുക്ക് എന്തായാലും ഒരു 13 എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ, 13 വരെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടുത്ത വണ്ടി ലാൻഡ് റോവറിന്റെ ഒരു സാധനം കിടപ്പുണ്ടല്ലോ. ഇത് 2013-14 രജിസ്ട്രേഷൻ. ഫ്രീലാൻഡർ
കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 82,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 4x4 ആണ് വെഹിക്കിൾ. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. 4x4 വണ്ടിയാണ്. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കുറച്ച് റയർ ആണ് കിട്ടാൻ റയർ ആണ്. പിന്നെ പുലിയല്ലേ അല്ലേ? ഉപ്പുലിയാണ് വണ്ടി. ഉപ്പുലിയാണ് വണ്ടി. അപ്പൊ എത്ര ചോദിക്കണല്ല? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 15 ആണ്. അപ്പൊ നമുക്കൊരു 1 lakhന് ഡിപ്രീസിയേഷനിലൊക്കെ വണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. അതിലും വണ്ടിയിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട്. വണ്ടിക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. നല്ല ക്ലീൻ കണ്ടീഷൻ കിടക്കുകയാണ്. ക്ലീൻ കണ്ടീഷൻ. യെസ്. ഇനി വരുന്നത് ടാറ്റയുടെ വണ്ടി നെക്സോൺ. അതെ. മോഡൽ ഇത് 2018 ഡീസൽ വെഹിക്കിൾ ആണ്. 18 ഡീസൽ വണ്ടിയാണ്. വേരിയന്റ് ഏതാ? ഇത് നമുക്ക് XM ആണ് വേരിയന്റ് വരുന്നത്. പിന്നെ 2018 തന്നെ ഇത് 43,000 കിലോമീറ്റർ മാത്രമേ ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളൂ. 43,000 മൈലേജിന്റെ കാര്യത്തിൽ ഈ ഒരു വെഹിക്കിൾസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 22-23 എന്തായാലും ഈ വണ്ടിക്ക് ഉറപ്പ് പറയാൻ പറ്റും അല്ലേ? ഇത് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഡീസൽ വെഹിക്കിൾ നമുക്ക് 25 വരെ ഏൺ ചെയ്യാം ലോങ് ഡ്രൈവില്. ഇത് ഈ ഒരു നെക്സോൺ ടാറ്റനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെക്സോൺ എന്നുള്ളത് അതിന്റെ ഒരു നായികക്കല്ലാണ്. കാരണം മൈലേജിലായാലും സീറ്റിംഗ് കംഫർട്ടിലായാലും അത്യാവശ്യം നല്ല കംഫർട്ടും പ്രൈസിങ്ങിലായാലും കുറവേ ഉള്ളൂ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഇപ്പൊ നമുക്ക് 660 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. നിങ്ങളെ വീഡിയോ കണ്ട് വരുന്ന ആൾക്ക് എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കും. പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ സ്റ്റോക്ക് കണ്ടീഷനിലല്ലേ? സ്റ്റോക്ക് കണ്ടീഷനാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ഒരു DL വണ്ടി, ഫോർച്യൂണർ. അതെ. ഇതായിരുന്നു പേര് മോഡല്? ഇത് നമുക്ക് 2017 സിംഗിൾ ഓണർ വെഹിക്കിളാണ്. 17 സിംഗിൾ ഓണർ വണ്ടി. 93,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്യൂ. ജെനുവിൻ ആണോ കിലോമീറ്റർ? ജെനുവിൻ കിലോമീറ്റർ. വണ്ടിയാണ് അല്ല, അതർ സ്റ്റേറ്റ് വണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു ജെനുവിൻ കിലോമീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി കൊണ്ടുപോയിട്ട് തിരിച്ചിട്ടോ മറിച്ചിട്ടോ പൊന്തിച്ചിട്ടോ എങ്ങനെയും ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ 93,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പിന്നെന്ന് വെച്ചാൽ സിഗ്മ 4x4 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 4x4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക്. പിന്നെ റീപെയിന്റ് ഉണ്ട്. ഈ ഒരു പമ്പർ ചെറിയൊരു റീപെയിന്റ് ഉണ്ട്. റീപ്ലേസ് ആയിട്ട് ഹിസ്റ്ററിയിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല. ഇതിന്റെ മുകളിൽ റീപെയിന്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എത്ര ചോദിക്കണം? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 26 ആണ്. 26. അതെ. 26 ലക്ഷം രൂപയ്ക്കാണ് ഈ ഓട്ടോമാറ്റിക് വണ്ടി കിടക്കുന്നത്. ഇത് NOC നമ്മൾ എടുത്തു കൊടുക്കും. പിന്നെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ 21% ടാക്സ് അടച്ചിട്ട് കേരള ടാക്സിലേക്ക് അടച്ചിട്ട് ഇങ്ങോട്ട് മാറ്റാം. അത് നമുക്ക് അറൗണ്ട് ഇതിന്റെ മുകളിൽ ഒരു 4 lakhs എക്സ്ട്രാ വരും. അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്നുള്ള നമുക്ക് ഡൽഹി തന്നെ ഒരു ലോക്കൽ അഡ്രസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ DL ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടും. നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് മാക്സിമം ഫിനാൻസ് 25 വരെ ഫിനാൻസ് ചെയ്യാം. അപ്പോൾ ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ടാവും. ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട്. നമ്മൾ അതർ രജിസ്ട്രേഷനും ചെയ്യുന്നുണ്ട്, എല്ലാത്തും ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അതൊരു നല്ല കാര്യം. അടുത്തത് വീണ്ടും ടൊയോട്ടയുടെ ഒരു ക്രിസ്റ്റ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണോ? ഈ വണ്ടി നമുക്ക് ഏകദേശം സോൾഡ് ആയ വണ്ടിയാണല്ലേ? അപ്പൊ ക്യാമറമാൻ ഒരുപാട് ചുറ്റിക്കറങ്ങി ക്ഷീണിക്കാം. ക്യാമറമാനോട് പറഞ്ഞതാ വീണ്ടും അതിന്റെ ഇടയിൽ കൂടി കയറി പോവാണ്. അടുത്ത ഒരു ക്രിസ്റ്റ. അതെ, ക്രിസ്റ്റ HR വെഹിക്കിൾ ആണ്. 2017 ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത്. G4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് 1 lakh ഓടിയിട്ടുണ്ട്. കിലോമീറ്ററും കാര്യങ്ങളുമാണ് നമ്മൾ കമ്പനി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ നമുക്ക് മെയിൻ ഗ്ലാസ്സിൽ ഒരു ക്രാക്ക് ഉണ്ട്. അത് നമ്മൾ മാറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ഒരു ആൾക്കാരും കച്ചവടക്കാരും നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി കണ്ടിട്ട് ആ വണ്ടിന്റെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, അത് ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങോട്ട് ആക്കിക്കാം. അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്, അവിടെ തന്നെ നിന്നോട്ടെ. കസ്റ്റമർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കൊടുക്കും. നിങ്ങൾ വന്ന് കണ്ട് മാത്രം വെറുതെ ഒറിജിനൽ ഗ്ലാസ് മാറ്റിയിട്ട് ആക്സിഡന്റ് ഹിസ്റ്ററി ആക്കില്ല നമ്മൾ. ഇടിച്ച് പൊളിഞ്ഞിട്ട് മാറ്റിയതാന്നൊക്കെ പറയില്ല. കാരണം ഏത് വണ്ടിയും അതിൻ്റെതായിട്ടുള്ള ജെനുവിനിറ്റി കീപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പ്രൈസ് ഇത്തിരി കൂടുതലായാൽ പോലും അതിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കും. പ്രൈസ് കൂടുതലാണെന്നല്ല. അതെ, കൂടുതലാണെന്നല്ല പറയുന്നത്. എത്ര അതിന്റെ വില? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 14 ആണ്. 14. അതെ, 14 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇതിനും HR ആയാലും ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കിട്ടും. കാശ്മീരിന്റെ അങ്ങേറ്റത്താണെങ്കിലോ? കാശ്മീരിന്റെ അങ്ങേറ്റത്ത് ബോർഡർ മാറിപ്പോകില്ല, പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായി. ഓക്കെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ ഈ വണ്ടിക്ക് ഫിനാൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്ര വണ്ടിയല്ല നമുക്ക് ഇന്നുള്ളത്. ഇതൊക്കെ സോൾഡ് ആയ വണ്ടികളാണല്ലോ. ഓൾറെഡി നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് അതുണ്ടായിരുന്നു, സോൾഡ് ആയിട്ടുണ്ട്. കുറെ വണ്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടികളാണ് മെയിൻ ആയിട്ട് നമുക്ക് എൻക്വയറി കാര്യങ്ങളും തരുന്നത്. കടൽ കടന്നാണ്ടോ നമുക്ക് ആൾക്കാർ വരുന്നത്? കടൽ കടന്നിട്ടാണ് മെയിൻ ആയിട്ട് എൻക്വയറി നമുക്ക് വരുന്നത്. അപ്പോ ഇനിയും വണ്ടികളൊക്കെ വരാനുണ്ടല്ലോ നമുക്ക്? ഇഷ്ടം പോലെ വണ്ടികൾ. നമുക്ക് ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ജനുവരി
ഫെബ്രുവരി ആ ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇനി വരും. കളക്ഷൻസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കുറച്ച് വിന്റേജ് വെഹിക്കിൾസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വിന്റേജ് ഉണ്ട്, ഈ 34 വരുന്നുണ്ട്, അതുപോലെ അംബാസിഡർ 2001 ഉണ്ട്, പിന്നെ ക്ലാസിക് വെഹിക്കിൾസ് ഉണ്ട് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഏത് തരം വണ്ടികളാണെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏത് തരം വണ്ടികൾ ഓൾ ഓവർ ഇന്ത്യ അടക്കണ്ട്. വിളിക്കുക റോയൽ കാഴ്സ് കോഴിക്കോട് അല്ലേ, വിളിക്കുക. അപ്പൊ ഏത് സമയത്ത് വാങ്ങുക. എന്റെ നമ്പർ കൊടുക്കാലോ. ഏത് സമയത്താണെങ്കിലും വിളിക്കാം, ഏത് ടൈമിലും. കാരണം ഇപ്പൊ ഏതായാലും ഉറക്കൊന്നുമില്ലല്ലോ. ഉറക്കൊന്നുമില്ലേ? കാരണം നമുക്ക് എൻക്വയറി ഓൾറെഡി ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നുണ്ട്. രാത്രി തിരക്കായിരിക്കില്ലേ? അതെ, രാത്രിയും തിരക്കാണ്. വാങ്ങാനൊന്നും കഴിയില്ല. രാത്രി വിളിച്ചാൽ കിട്ടുമോ? വിളിച്ചാൽ കിട്ടും. കുഴപ്പമില്ല. 12 മണി വരെ വിളിച്ചോടി, അതിന്റെ അപ്പുറത്ത് വിളിക്കരുത്. അതിനപ്പുറത്ത് വിളിക്കരുതല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. അപ്പോൾ വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നമ്മൾ കോഴിക്കോട് വരുമ്പോൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മളങ്ങനെ എല്ലാ ഷോറൂമിലും കയറി വീഡിയോ, നമുക്ക് ഉറപ്പുള്ള, നമുക്ക് നല്ല വണ്ടികൾ വിൽക്കുന്ന ഉറപ്പുള്ള ഷോറൂമിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഒരു ഫ്ലോയിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ തമാശ, അല്ലാണ്ട് നമ്മൾ വണ്ടികളൊക്കെ അങ്ങനെ ഇതാക്കി പറയണതല്ല. വെറുതെ ഫണ്ണെന്ന രീതിയിൽ ചെയ്തു പോകുമ്പോൾ പറഞ്ഞു പോകുന്നതാണല്ലോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അടുത്തൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അടുത്ത പ്രാവശ്യം കോഴിക്കോട് വരുമ്പോൾ കാണാം. സെറ്റപ്പ് വണ്ടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.